വൈക്കം മുഹമ്മദ് ബഷീർ നാട്ടുഭാഷയുടെ സുൽത്താൻ. 1908 ജനുവരി 21 തിരുവിതാംകൂറിലെ വൈക്കം താലൂക്കിലെ തലയോലപ്പറമ്പ് ഗ്രാമത്തിൽ ഗായി അബ്ദുൾ റഹ്മാൻ്റെയും കുഞ്ഞാച്ചുമ്മയുടെയും 6 മക്കളിൽ മൂത്തയാളായി ജന്മം. പ്രാഥമിക വിദ്യാഭ്യാസം തലയോലപ്പറമ്പിലെ മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലുമായിരുന്നു. സ്കൂൾ പഠനകാലത്ത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി വൈക്കത്തെത്തിയ ഗാന്ധിയെ കാണുന്നതാണ് ബഷീറിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേരുകയും പലതവണ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. ഉജ്ജീവനം എന്ന വാരികയിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ലേഖനങ്ങൾ എഴുതിയതിന് അദ്ദേഹത്തിന് അറസ്റ്റ് വാറണ്ട് വന്നു. സുഹൃത്തുക്കളുടെ നിർദ്ദേശത്തെ തുടർന്ന് നാടുവിട്ട അദ്ദേഹം ഇന്ത്യയൊട്ടാകെ അലഞ്ഞു. പല ജോലികളും ചെയ്ത് ലോകം ചുറ്റുന്നതിനിടയിൽ കണ്ടെത്തിയ ജീവിത സത്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ തെളിഞ്ഞു കാണാം. വിരൂപരായ നായികയെയും നായകനെയും അവതരിപ്പിച്ച തങ്കമായിരുന്നു ആദികഥ. പിന്നീടാണ് പ്രേമലേഖനം എഴുതുന്നത്. ലളിതവും സരസവുമായ ഭാഷയിലൂടെ നമ്മെ വിസ്മയിപ്പിച്ച തലമുറകൾ വ്യത്യാസമില്ലാതെ ഏവർക്കും സുപരിചിതനായ എഴുത്തുകാരൻ. ബഷീറിനെ ഇത്രമേൽ സ്വീകാര്യനാക്കിയത് അദ്ദേഹത്തിൻ്റെ ഭാഷ തന്നെയാണ്. തൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്നതെന്തിനേയും നിരീക്ഷിക്കും. ഉറുമ്പോ ആടോ പൂച്ചയോ അങ്ങനെ ഏത് ജീവിയായാലും മനസ്സിൽ സൂക്ഷിക്കും. പിന്നീട് എഴുതുന്ന അവസരത്തിൽ അവയെല്ലാം കഥാപാത്രങ്ങളായി മാറും. പുസ്തകം തിന്നുന്ന അജസുന്ദരിയും പാത്തുമ്മയും അബ്ദുൽ ഖാദറുമെല്ലാം കഥാപാത്രങ്ങളായി മാറിയത് ഇങ്ങനെയാണ്. എട്ടുകാലി മമ്മൂഞ്ഞ, പൊൻകുരിശു തോമ, മണ്ടൻ മൂത്താപ്പ, കൊച്ചു ത്രേസ്യ അങ്ങനെ പോകുന്നു. ഇവരെയെല്ലാം അദ്ദേഹം കണ്ടെത്തിയത് അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുകളിൽ നിന്നായിരുന്നു. ആനവാരിയും പൊൻകുരിശും, ബാല്യകാലസഖി, മതിലുകൾ, ശബ്ദങ്ങൾ, മാന്ത്രിക പൂച്ച, ഭൂമിയുടെ അവകാശികൾ, നീലവെളിച്ചം തുടങ്ങി ഒട്ടനവധി രചനകൾ മലയാളത്തിന് സമ്മാനിച്ച അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയും കേരള സാഹിത്യ അക്കാദമിയുടെയും ഫെലോഷിപ്പ് ലഭിക്കുകയുണ്ടായി. പത്മശ്രീ പുരസ്കാരം, ലളിതാംബിക അന്തർജന പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, മുട്ടത്ത് വർക്കി പുരസ്കാരം തുടങ്ങിയ ഒട്ടനവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിനെ തേടിയെത്തി. മികച്ച കഥയ്ക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മതിലുകൾ ചലച്ചിത്രമാക്കിയപ്പോൾ ബഷീറിൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ച മലയാളത്തിൻ്റെ പ്രശസ്ത നടൻ മമ്മൂട്ടിക്ക് ആ വർഷത്തെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ സാധാരണക്കാരൻ്റെ ഭാഷയിലൂടെ സഞ്ചരിച്ച ആ മഹാനായ എഴുത്തുകാരൻ 87-ാം വയസ്സിൽ 1994 ജൂലൈ 5 കാലയളവിലേക്കുള്ളിൽ നടന്നു. ഇന്നും ആ ഭാഷയുടെ ലാളിത്യവും സാധാരണക്കാരായ കഥാപാത്രങ്ങളും ബഷീർ കൃതികളെ കാലത്തിനപ്പുറത്തേക്ക് നയിക്കുന്നു. പ്രിയ കഥാകാരന്, മലയാള ഭാഷയുടെ സുൽത്താന് ആദരങ്ങൾ.